Morning guys, it's 5:30 in the morning and we are going to Munnar. സ്വന്തം ബസ് വരാത്തതുകൊണ്ട് മൂന്നാറിലേക്ക് പോകുന്ന വേറെ ബസ്സുകൾ വായി നോക്കിയിരിക്കുന്ന ലെയിൻ ഞങ്ങൾ 5:30 വരേണ്ട KSRTC ബസ് 7 എത്തി. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. ഫൈനലി ബസ് കിട്ടി ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. എന്റെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുകയും ഞാൻ കൂലങ്കക്ഷമായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുന്നു. അതെ, ഞാൻ ആലോചിക്കുകയാണ്, സമയം 12 ഫുഡ് കഴിച്ചില്ല, വിശക്കുന്നു, എപ്പോ മൂന്നാർ എത്തും, എപ്പോ ഫുഡ് കഴിക്കാൻ പറ്റും, ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ ഇപ്പൊ ഒരു ചിരി നിങ്ങൾ കണ്ടില്ലേ? നല്ല വിഷമുണ്ട് എനിക്ക്, വിശന്നിട്ടാണേ. 10 മണിക്ക് എത്തേണ്ട ഞങ്ങൾ അങ്ങനെ ഫൈനലി 12 മണിയപ്പോൾ മൂന്നാറിലെത്തി ഗൈസ്. ആൻഡ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ മൂന്നാറിൽ നിന്നും സൂര്യനെല്ലിയിലേക്കുള്ള ഞങ്ങളുടെ ജീപ്പ് യാത്രയാണ്. ഇത് ശരത് ഇവിടെ അറിമതിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് നിങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്ന ആ ഒരു ഹുയ്, അത് എന്റെയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. സൂര്യനെല്ലിയിലുള്ള ടെൻഡാഗ്രാമാണ് പ്രോപ്പർട്ടി. കേറി ഉടനെ എനിക്ക് കിട്ടി നല്ല ചിക്കൻ ഫ്രൈഡ് മണമാണ്. ഈവൻ ദോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നു, പക്ഷെ അവിടുത്തെ ചിക്കൻ ഫ്രൈഡ് മണം ഇപ്പോഴും എന്നെ വായിക്കാത്തുണ്ട്. ഈവൻ ദോ എനിക്ക് ടെൻഡാഗ്രാമിന്റെ പെയ്ഡ് കൊളാബറേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ പൊക്കി പറയും, കാരണം എനിക്ക് ആ പ്രോപ്പർട്ടി അത്രയും ഇഷ്ടമായി. വന്ന് വർക്ക് ചെയ്യാൻ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന സ്പേസ് ആയിരിക്കും ടെൻഡാഗ്രാമിലെ സൂര്യനെല്ലിയിലുള്ള ഈ പ്രോപ്പർട്ടി. കാരണം വൈഫൈ ഉണ്ട്, കാമുണ്ട്, പീസ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസും ഉണ്ട്. ടെൻഡാഗ്രാം സ്പോൺസർ മീ. ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് തരാവേ. ഫുൾ ഫെസിലിറ്റീസ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവിടുത്തെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു നേച്ചറിന്റെ ഒരു ഭംഗി കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ടിപ്സ് ആഡ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ടെൻഡാഗ്രാം സ്പോൺസർ മീ, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്രയും പ്രൊമോഷനാണ് നൽകുന്നത്. വരാനിരിക്കുന്ന അപകടം മനസ്സിലാക്കാതെയാണ് ഞാൻ കാവടിത്തുള്ളി പോകുന്നത്. അതായത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ട്രക്ക് ചെയ്താൽ കുരിശുമല ട്രക്കിംഗ് ആണ്. അപ്പോൾ ആ സ്പോട്ടിലേക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ഫൈൻ ഔട്ട് എന്ന് പറഞ്ഞ് റെയിൻ കോട്ടും ഷൂസും കോട്ടും എല്ലാം ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വെറുതെ ട്രക്കിംഗ് അല്ല, നല്ല കുത്തനെ കയറ്റ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ മലമുകളിൽ എത്തിയതിനു ശേഷമുള്ള ഒരു വ്യൂ, ഇറ്റ് വാസ് ഓൾ വർത്ത് ഇറ്റ്. അങ്ങനെ ട്രക്കിങ്ങും ബാക്കി കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ഇപ്പോൾ സ്റ്റേയിലേക്ക് പോവുകയാണ്. ശരത്ത് കാര്യമായിട്ട് പാട്ടോടുമ്പോൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു തെറ്റാണോ? ഒരിക്കലും അല്ല എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഊനോ, കിടക്കുന്നതിന് മുമ്പ് ഒരു ഊനോ, അത് മസ്റ്റ് ആണ്. അങ്ങനെ ഇന്നത്തെ എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് നമ്മൾ ഗുഡ് നൈറ്റ് പറയുകയാണ്.